ഈ ഗ്രോ ബാഗിനകത്ത് ആദ്യമായിട്ടാണ് ചേന നടുന്നത്. എത്ര അതിനായി മേളങ്ങ് അഴുകിയിരിക്കുമെന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങോട്ട് വെച്ചങ്ങ് എടുക്കുക ചേട്ടാ, ആ മണ്ണിൻ്റെ പുറത്തോട്ട്. ആ ചാക്കം കീറിക്കോ തന്നെയല്ലേ, അതങ്ങ് മുറിച്ച് കളയടാ. മുറിച്ച് കളഞ്ഞ ചാക്ക് സൈഡിൽ നിൽക്കുന്നത് എന്തിയാ വാക്കത്തി എന്തിൻ്റെ ആയിരുന്നു ഇല്ലേ, പിച്ചാത്തി എടുക്ക്. അത് തണ്ടങ്ങ് മുറിച്ച് കളാ. ഇടത്തേക്കൈനവൻ ഇടത്തേക്കൈ. ഞാൻ ചാക്കം കീറ്, ചാക്ക് കീറിയ ചെറുത്ത് വല്ലതും ഉണ്ടോ നോക്കാമെന്ന്. പൊടിഞ്ഞ് പോകുന്നുള്ളൂ ചിലപ്പം, അപ്പം കുറേ നാളായതല്ലേ മഴയും വെയിലും ഒക്കെ കൊണ്ട്. ഇതിനകത്ത് കൊണ്ടുപോകുന്ന തന്നെ സംശയമാണ്, കണ്ട് തീരെ ചെറുതാണ്. അതിനെ മുറിക്കല്ലേ. ഇനി ഞാൻ കമ്പത്ത് ഒന്നും കാണിയല്ല മിക്കവാറും കേട്ടോ. അത് മുറിക്കണ്ട, അത് നിങ്ങൾ മണ്ണങ്ങ് കൂട്ടിക്കുടഞ്ഞെടുക്കുക നീ അതിനകത്തുനിന്ന്. അവനോട് മാറാൻ പറഞ്ഞ മാറത്തുമില്ല. ഉണ്ടോ ഇതിനകത്ത് വല്ലോ, എന്തെങ്കിലും ഒന്ന് എടുത്തത് വല്ലതും ഉണ്ടോ നോക്കട്ടെ. അത് വേറെ ഉള്ളോ? ആ സൈഡത്ത് മണ്ണൊന്ന് കൂട്ടിക്കളഞ്ഞിട. അങ്ങനെ വെട്ടാതെ അച്ഛൻ്റെ ഇട്ട് കൊടുക്ക്. ഓ കുഞ്ഞതാട്ടോ, മണ്ണേ ഉള്ളൂ. കുഴപ്പമില്ല, എന്നാലും അത്രയും കിട്ടിയില്ല നമ്മൾ ഇതിനകത്ത് നട്ടിട്ട്. അത് ഒട്ടും കാണത്തില്ല. ഇത് ഇത്രയും തണ്ടുണ്ടായിട്ട് പോലും അത്രയും ഇല്ലായിരുന്നു. അപ്പോൾ അതിനേക്കാൾ ചെറിയ തണ്ടത്. എടാ ഓസിട്ടേ ഇതൊന്ന് കൈപിടിട്ടാൻ കഴുകാല്ലേ, പിന്നെ അവിടെ മൊത്തം മണ്ണാകും. ഇനി എന്നെ ഗ്രോ ബാഗെല്ലാം മാറ്റാൻ പോകാം. ഗ്രോ ബാഗ് ഇതിനകത്ത് വല്ലതും ഉണ്ടോ എന്ന് നോക്കണം. ഇഞ്ചിയൊക്കെ നട്ടിരുന്നായിരുന്നു, വല്ലതും ഉണ്ടോയെന്ന് മണ്ണ് തട്ടിയിട്ട് നോക്കിയെടുക്കാറുള്ളൂ. ഇഞ്ചിക്കറി വെക്കാനായിട്ടുള്ള ഇഞ്ചിയൊക്കെ ഒന്ന് വറുത്ത് എടുക്കുകയൊക്കെയാണ് എണ്ണയിൽ. വെളിച്ചെണ്ണയിലാണ് ഇഞ്ചി വറുക്കുന്നതിനൊക്കെ എടുക്കുന്നത് ഇഞ്ചിക്കറിക്കൊക്കെ. ഇപ്പം നമ്മുടെ ഇഞ്ചിയെല്ലാം കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് അതൊന്ന് വറുത്തെടുക്കട്ടെ. ആദ്യത്തെ കുറച്ച് ഇഞ്ചി വറുത്തെടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ രണ്ടാമതായിട്ടുള്ള ഇഞ്ചിയും കൂടെ വറുക്കാനായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഇവിടെ എന്ന് പറഞ്ഞാൽ ഇഞ്ചി കറി വെച്ചാൽ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരാളുണ്ട്, അച്ചുവാണ്. അപ്പോൾ എപ്പോഴും ഓണത്തിന് തന്നെയല്ല, അല്ലാതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി കൂടുതലങ്ങ് ഉണ്ടാക്കിയേക്കും. കോളേജിലൊക്കെ പോകുമ്പോഴത്തേക്ക് ചോറ് കൂടെ കൊടുത്തു വിടാമല്ലോ. അങ്ങനെ നമ്മുടെ ഇഞ്ചി വറുക്കാനായിട്ടുള്ളത് ആദ്യം കുറച്ച് വറുത്തെടുത്തേ. ഇതുണ്ട്, വറുത്തെടുത്തു. രണ്ടാമത്തെ വറുത്തുകൊണ്ടിരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് ചേർത്തിട്ട് ഉള്ളിയും കൂടി ഇട്ട് വറക്കുന്നു. അപ്പം ഓണത്തിന് തലേ ദിവസമൊക്കെ ഉണ്ടല്ലോ മിക്ക വീട്ടമ്മമാരും ഇഞ്ചിക്കറി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നേരത്തെ വെക്കും കേട്ടോ. പിറ്റേ ദിവസം ഉത്രാടപ്പാച്ചിൽ എന്ന് പറയും. ഉച്ച കഴിയുമ്പോഴാണ് എല്ലാവരും ഉണ്ടാക്കി വെക്കാൻ തുടങ്ങുന്നത്. ഞാൻ പക്ഷേ ഇവിടെ രാവിലെ തുടങ്ങി. എനിക്ക് ഉച്ചയ്ക്ക് വേറെയും കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് രാവിലെ തന്നെ ഇഞ്ചിക്കറിയൊക്കെ ഇട്ടൊന്ന് ശരിയാക്കി ഒന്ന് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓണത്തിന് തലേദിവസം കുറേ കാര്യം ഉത്രാടത്തിന് ഉച്ച കഴിയുമ്പോൾ അച്ചിമാർക്ക് ഇരിപ്പുറയ്ക്കരുന്നു, അങ്ങനെ ഒരു പഴഞ്ചൊല്ലിയും കേട്ടിട്ടുണ്ട് കേട്ടോ. പണ്ടുള്ളവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം കുറേശ്ശെ നമ്മളെല്ലാം ഒന്ന് ചെയ്ത് വെക്കാന്നുണ്ടെങ്കിൽ തിരുവോണത്തിന് അന്ന് രാവിലെ നമുക്ക് വലിയ തിരക്കില്ല. പണ്ടൊക്കെ എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി പേരൊക്കെ വീട്ടിലുള്ള സമയത്ത് നമുക്കൊന്നിനും ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. കാര്യം ഒരാൾ ചെയ്തു, അടുത്തൊരാൾ ചെയ്ത്, അങ്ങനെ എല്ലാവരും കൂടെ കൂട്ടുകൂടി. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാം ചെറിയ ചെറിയ കുടുംബങ്ങളല്ലേ. അപ്പനമ്മ മക്കൾ അത്രയൊക്കെ കാണുള്ളൂ. ഓണത്തിന് കാര്യങ്ങളൊക്കെ വന്നെങ്കിലായി ഇല്ലെങ്കിലായി. അതുകൊണ്ട് നമ്മൾ ഉള്ളതൊക്കെ എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ എല്ലാം ഉണ്ടാക്കാനായിട്ട് എളുപ്പമുണ്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് റെഡിയാക്കട്ടെ. ഇഞ്ചിക്കറി എടുത്ത് വെക്കുന്നു. പിന്നെ നാളത്തേക്ക് മോരുകറിക്കുള്ള പാലൊക്കെ കാച്ചി ഉറയൊക്കെ ഒഴിച്ച് വെച്ചു. പച്ചടിക്കുള്ളത് എടുത്ത് വെച്ചു. അങ്ങനെ ഓരോന്നിനുള്ളതെല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇനി ഉച്ചക്കത്തേക്കുള്ള ഇവിടുത്തെ കറിയും കൂടെ ഒക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഇഞ്ചിക്കറി ഞാൻ എങ്ങനെ വെക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാവേ. ഓരോരുത്തരും ഓരോ രീതിക്ക് വെക്കുന്നത് കേട്ടോ. ചിലർ ഒന്ന് നീട്ടി വെക്കും, ചിലരത് കുറുക്കി വെക്കും, തൊട്ട് കൂട്ടാവുന്നപോലെ. ചിലർ തേങ്ങ അരച്ച് വെക്കുന്നവരുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഓരോ രീതിക്കാണ് വെക്കുന്നത്. ഞാൻ തേങ്ങ ഒന്നും അരച്ചല്ല കേട്ടോ വെക്കുന്നത്, അല്ലാത്ത
സാധാരണ കാര്യം കുറേ ദിവസത്തേക്ക് എനിക്കിത് വെക്കണം, അതുകൊണ്ട് ഞാൻ തേങ്ങ ഒന്നും ചേർക്കാതെ അല്ലാതാണ് എടുക്കുന്നത്. നമ്മുടെ ഇഞ്ചിക്കറിയുടെ ഇഞ്ചിയെല്ലാം മൂത്തോണ്ടിരിക്കുന്നു. അപ്പം എല്ലാവർക്കും ഓണത്തിൻ്റെയൊക്കെ പരിപാടിയൊക്കെ എവിടം വരെയായി, എല്ലാവരും ഭയങ്കര തിരക്കിലായിരിക്കും എന്നറിയാം. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ കൂടെ ചെയ്യുക കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്താലും കേട്ടോ, വീഡിയോയ്ക്ക് കൂടെ നല്ലപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ചില വീഡിയോകൾക്ക് മാത്രമല്ല, എല്ലാ വീഡിയോയും നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ നമുക്ക് വീഡിയോ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും എന്നുള്ള ഇതിൽ നമ്മുടെ ഓണത്തിന് ഉപ്പേരിയൊക്കെ നേരത്തെ വറുത്ത് വെച്ചു കേട്ടോ. വറുത്ത് ഇപ്പം തീർന്നതേ. ഇത് കണ്ടോ, ഈ ടിന്ന് നിറച്ച് ഉപ്പേരി വറുത്ത് വെച്ചായിരുന്നു. കഴിഞ്ഞ ദിവസം കാണിച്ചില്ലായിരുന്നു, അന്ന് വറുത്ത് വെച്ചായിരുന്നു. അതിപ്പോൾ ഇത്രയും വൈകുന്നേരം ഞാൻ മാറ്റി വെച്ചേക്കുക. കാര്യം ഇനി ഒരു വറക്കലെല്ലാം കൂടി വയ്യ. ഇപ്പോൾ ഓണത്തിൻ്റെ അന്നത്തേക്കും കൂടെ വേണ്ടി മാറ്റി വെച്ചേക്കുവാണ്. വേറെ ടിന്നും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ 2 ടിന്ന് നിറച്ചും വറുത്ത് വെച്ച് തീർന്നു. പിന്നെ മിക്സർ കുറച്ചുണ്ടാക്കിയായിരുന്നു, കളിയിറക്കി ഉണ്ടാക്കിയായിരുന്നു, ചക്കരവട്ടിയൊക്കെ തീർന്നു. 2-3 ഉള്ളൂ. ഇവിടെ ഇവർക്ക് അതൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഉണ്ടാക്കി വെച്ചാൽ അന്നേരം തീർക്കും. പിന്നെ പിള്ളേർക്ക് വേണ്ടിയില്ലേ നമ്മളിതൊക്കെ ഉണ്ടാക്കുന്നത്, അവരെടുത്ത് കഴിക്കട്ടെ എന്ന് വിചാരിക്കും. പിന്നെ നുറുക്കുണ്ടാക്കിയായിരുന്നു, അച്ചപ്പം ഉണ്ടാക്കിയായിരുന്നു. അങ്ങനെ കുറേശ്ശേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ, ഒത്തിരി ഒന്നും ഉണ്ടാക്കിയില്ല, കുറേശ്ശേ. ഇതൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് ഓണത്തിൻ്റെ ആ ഒരു ഇത് കിട്ടുകയുള്ളൂ. അപ്പം നമ്മുടെ ഇഞ്ചി വറുത്ത് കഴിയാറായി. ഇനി അതിൻ്റെ കൂടെ കൊച്ചുള്ളിയും കൂടെ ഒന്ന് വറുത്തെടുത്ത് ഇഞ്ചി വറുത്തതും പിന്നെ ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി മല്ലിപ്പൊടി, പിന്നെ ഇതും കൂടി ഇട്ട് എന്നാ വാളംപുളിയും കൂടി ചേർത്ത് ആദ്യം ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കും. പൊടിച്ചെടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കും. എന്നിട്ട് ബാക്കി നമുക്ക് പിന്നെ കാണാതെ. എല്ലാവർക്കും കേട്ടോ ഹാപ്പി ഓണം. എല്ലാവർക്കും എൻ്റെ ഫാമിലിയുടെ ഹാപ്പി ഓണം. അത് പറയാൻ വിട്ടുപോയി, അത് ആദ്യമേ പറയണമെന്ന് വിചാരിച്ചു, വിട്ടുപോയി കേട്ടോ. അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം കേട്ടോ. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. എല്ലാവർക്കും ഹാപ്പി ഓണം. അതെല്ലാം വറുത്തോട്ടെ. ഇത്രയും മൂപ്പിച്ചാണ് ഞാൻ വറുത്തെടുക്കുന്നത്. ഉള്ളിയും ഇഞ്ചിയും കൊണ്ടാണ് വറുത്ത് വെച്ചേക്കുന്നത്. ഇഞ്ചി വറുത്ത് കഴിഞ്ഞു. ഇനി അടുത്തത് പരിപാടി നമുക്ക് സെറ്റാക്കി വെക്കേണ്ടത് ചെറുപയർ. നമ്മൾ ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ തൊലി ഒന്ന് ഇതാക്കി എടുക്കാൻ വേണ്ടി ഒന്ന് വറുത്തെടുക്കുവാണേ. ഇവിടെ ഇപ്പോൾ കടകളിലൊക്കെ ഇങ്ങനെ മേടിക്കാൻ കിട്ടും നമുക്ക് ചെറുപയർ ഇങ്ങനെ തൊലി കളഞ്ഞത്. പക്ഷേ അങ്ങനെ ഇവിടെ ഇതുവരെ മേടിച്ചിട്ടില്ല. അങ്ങനെ വെക്കുന്ന ആർക്കും ഇഷ്ടമല്ല കേട്ടോ. എല്ലാവർക്കും ഇങ്ങനെ വീട്ടിൽ ഒന്ന് വറുത്ത് ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് എടുക്കുന്നതാണ് പയറിഷ്ടം. അപ്പോൾ ഇത് ഇത്രയും മുഴുവനും നാളത്തേക്കല്ല കേട്ടോ, ഇതിപ്പോൾ കുറച്ചേ എടുക്കത്തുള്ളൂ. ഒന്നിച്ച് അങ്ങ് എടുക്കുന്നതേ ഉള്ളൂ. എടുത്ത് വെക്കും. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പരിപ്പ് കറിയോട് ഭയങ്കര പ്രിയമുള്ള മക്കളൊക്കെയാണ് എൻ്റേത്. അപ്പോൾ അവർക്ക് വേണ്ടി ഇടയ്ക്കിടയ്ക്കൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടി എടുക്കുമ്പോൾ ഒന്നിച്ചങ്ങ് തൊലി കളഞ്ഞെടുത്ത് വെക്കും. അപ്പോൾ ഇതിന് നല്ലപോലെ ഒന്ന് വറുത്തതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് എടുക്കട്ടെ. പയർ വറുത്ത് കഴിഞ്ഞോട്ടോ. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് തൊലി കളയാം. പയർ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അടുത്തത് ചെയ്യുന്നതെന്ന് വെച്ചാൽ സേമിയാണ്. സേമിയ നമുക്ക് നാളത്തേക്ക് ആവശ്യമുള്ള മാത്രമാണ് എടുക്കുന്നത്. അപ്പം സേമിയ വറുത്തത് കിട്ടും, പക്ഷേ ഇവിടെ വറക്കാത്താണ് മേടിച്ചുകൊണ്ട് വന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഒന്ന് വറുത്തെടുക്കണം. അപ്പം ഞാനിപ്പോൾ പയർ വറുത്ത പാത്രമാണ്, അത് മൊത്തം കഴുകി തുടച്ചാണ് ഞാൻ എടുത്തേച്ചാണ് വറക്കുന്നത്. നെയ്യിലല്ല കേട്ടോ, ചുമ്മാ വറുത്തെടുക്കുകയാണ്. നെയ്യിലല്ല വറുത്തെടുക്കുന്നത്, നെയ്യല്ലാതെ ചുമ്മാ വറുത്തെടുക്കുകയാണ്. ഒന്ന് വറുത്തെടുക്കട്ടെ. സേമിയയും വറുത്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം. നമ്മൾ ഇത് വറുത്ത ഇതിനകത്തോട്ട് തന്നെയാണ് ഇഞ്ചിക്കറി വെക്കുകയും ചെയ്യുന്നത്. അപ്പം അതിനകത്തോട്ട് കടുക് കടുകൊന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടിത്തുടങ്ങി. ഇനി അതിലേക്ക് നമ്മുടെ കുറച്ച് ഒരു പച്ചമുളകും ചുമന്നുള്ളിയും കൂടെ കനം കുറച്ച് റൗണ്ടിലരിഞ്ഞാണ് ഞാൻ വെക്കുന്ന രീതിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് ഞാൻ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കും. 2 ഉണക്കമുളക് ചെറിയ പീസാക്കി മുറിച്ചിടും.
ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെ. ചിലർ ഈ മൂപ്പിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നതെന്ന് പറയാം കരിച്ച് പറിച്ചെടുക്കും കേട്ടോ. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഒരു മൊരുമൊരാന്ന് വരുന്നൊരിതില്ലേ, ആ ഒരിതിൽ ഒത്തിരി നമ്മളങ്ങ് കരിച്ച് കളഞ്ഞുണ്ടല്ലോ, പിന്നെ ആ ഒരു ഇതിൻ്റെ ഒരു രുചി അങ്ങ് മാറിപ്പോവും. അതുപോലെ ഇഞ്ചിയാണേലും വറുത്തെടുക്കുന്നത് കരിച്ച് വറുത്തെടുക്കരുത്. ഇഞ്ചിക്കറിയുടെ യാതൊരു മണവും രുചിയും കിട്ടത്തില്ല. ഇതൊരു ബ്രൗൺ കളറായാൽ മതി നമുക്ക്. ഇനി അതിലേക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇടണേ. നമുക്ക് അരച്ച് വെച്ചേക്കുന്നത് ഇത് മിക്സിയിലാണ് അരച്ചേക്കുന്നത്. ഒത്തിരി വെള്ളം ചേർക്കാതെ അരച്ചുകൊണ്ടാണ് ഇങ്ങനെ തിക്കായിട്ട് ഇരിക്കുന്നത്, അല്ലാതെ കല്ല് അരച്ചെടുത്തതല്ല കേട്ടോ. ഇതിനകത്തൊരു ശകലം വെള്ളവും കൂടെ ചേർക്കുക. ഈ പാത്രമൊക്കെ ഒന്ന് കഴുകി മിക്സിയുടെ ജാറും ഒക്കെ ഒന്ന് കഴുകിയുള്ള വെള്ളമാണ് അത് അതിലേക്ക് ഒഴിച്ച് വെച്ചിന് നല്ലപോലെ ഒന്ന് തിളപ്പിക്കും. അപ്പോൾ ഇത് അരച്ചപ്പം പുളിവെള്ളം ചേർത്താണ് അരച്ചെടുത്തത്. അതുകൊണ്ട് ഞാനത് ചേർക്കുന്നതിനൊക്കെ ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ. മുളക് പൊടി, ശകലം മല്ലിപ്പൊടി, എന്നിട്ട് നല്ലപോലെ അങ്ങ് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് പുളിവെള്ളം ചേർത്താണ് ഞാൻ അരച്ചെടുക്കുന്നത്. ഇനി നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. ഉപ്പ് ചേർക്കണം. ഉപ്പും കൂടെ ചേർത്തേച്ച് ഉപ്പൊക്കെ നമ്മൾ ആവശ്യം അനുസരിച്ച് ഇത്ര ഉപ്പിട്ടാണ് അത് വന്നിട്ട് ഉറപ്പായിരിക്കലേ. കാര്യം ഇതിന് എരിവും പുളിയും ഒക്കെ ഉള്ളതാണ്. അപ്പം നമ്മളതനുസരിച്ച് ഉപ്പും കൂടെ ചേർക്കണം. ഇപ്പം നോക്കിക്കോട്ടെ. ഉപ്പ് കറക്റ്റാണ്. നല്ലപോലെ തിളക്കട്ടെ. നല്ലപോലെ തിളച്ചെടുത്തേക്ക് അതിലേക്ക് ഒരു ശകലം ശർക്കര ചേർക്കുക. എല്ലാവരും ചേർക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ, പക്ഷെ ഞാൻ ചേർക്കാറുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഈ ശർക്കരയും കൂടെ ചേർക്കുമ്പോഴത്തേക്ക്. ശർക്കരയുടെ ഒരു മധുരം നോക്കിയിട്ട് ആ ഒരു ചെറിയ മധുരവും കൂടി ഇഞ്ചിക്കറിക്ക് നല്ലൊരു ടേസ്റ്റ്. ഇങ്ങനെ വെക്കുന്നവരുണ്ടായിരിക്കും കേട്ടോ, ഇല്ലെന്നല്ല. ഓരോരുത്തരും ഓരോ രീതിക്കല്ലേ ചെയ്യുന്നത്. ചിലരിത് വറുത്തേച്ച് അരക്കുകയില്ല, കൈകൊണ്ട് പൊടിച്ചെടുക്കത്തേ ഉള്ളൂ. ചിലർ അരച്ചെടുക്കും, ചിലരിത് കൊത്തി അരിഞ്ഞ് എടുക്കും, ചിലർ ചതച്ചെടുക്കും. അങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയാണ്. ഉപ്പും പുളിയും മധുരം എല്ലാം കറക്റ്റായി കേട്ടോ, എരിവുമെല്ലാം. ഇപ്പം നമ്മുടെ ഇഞ്ചിക്കറിക്ക് അതൊരു ശകലം കായപ്പൊടിയും കൂടെ ചേർക്കാം. ശകലം ചേർക്കത്തുള്ള ഒരു മണത്തിനാണ് കേട്ടോ, ഒരു നല്ല മണം കിട്ടും. ഒത്തിരി ചേർക്കത്തില്ല, ശകലം കായപ്പൊടിയും കൂടെ ചേർത്ത് വേണം. ഇങ്ങനെ തൊട്ട് കൂട്ടാവുന്ന രീതിയിലാണ് ഞാൻ ഇഞ്ചിക്കറി വെക്കുന്നത്. ഒത്തിരി ലൂസും അല്ല, എന്നാൽ നമുക്ക് തൊട്ട് കൂട്ടാൻ പറ്റും. ഇലയിൽ ഒഴിച്ചാൽ അവിടെ കിടക്കണം. അങ്ങനെയാണ് ഞാൻ ഇഞ്ചിക്കറി വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി റെഡിയായി. പയറെല്ലാം നല്ലപോലെ തണുത്തു കേട്ടോ, നല്ലപോലെ പയറൊക്കെ തണുത്തു. ഇനി നമുക്ക് ഇതുപോലൊരു സഞ്ചിക്കകത്തിട്ടാണ് ഇത് ഞാൻ വാരി നിറയ്ക്കുന്നത്. ഇത് മുഴുവൻ ഒന്നിച്ചിങ്ങെടുക്കും. മുഴുവൻ സഞ്ചിക്കകത്തിട്ട് വാരി എടുക്കട്ടെ. എന്നിട്ട് ഇതിൻ്റെ ഈ സൈഡും കെട്ടും. കെട്ടി വെച്ച് ഇതിങ്ങനെ വെക്കും. എന്നിട്ട് ഇങ്ങനെയാണ് ഇതിനകത്ത് തൊലി കളഞ്ഞെടുക്കുന്നത്. തെറിച്ച് പോകാതെ നമുക്കതിന് മുഴുവനും നല്ല ഇതായിട്ട് തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. ഇങ്ങനെയാണെങ്കിൽ തുണിയോ എന്നേലും മതി കേട്ടോ. എന്നത്തിനകത്തെങ്കിലും നമുക്ക് ഇങ്ങനെ ഇട്ടിട്ടെടുക്കാം.
തെറിച്ച് പോകാതെ എന്നിട്ട് നമുക്ക് മുഴുവൻ എടുക്കാൻ പറ്റും. അല്ലാതെ പേപ്പറിലിട്ടൊക്കെ ഇട്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അതങ്ങ് തെറിച്ച് പോകും. പിന്നെ നമുക്ക് അത് പെറുക്കാൻ നിൽക്കേണ്ടി വരും. ഇപ്പം ഇങ്ങനത്തെ ഈ തുണിസഞ്ചി ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കുറേ പോയിട്ടോ. ഇനി ഇത് പേറ്റി പെറുക്കി ബാക്കി പയറും ഇങ്ങനെ ഇതുപോലെ തൊലി കളഞ്ഞ് എടുക്കട്ടെ. ഇത് കേട്ടോ, ഇതിന് തൊലിയെല്ലാം പേറ്റി എടുക്കണം. ഭയങ്കര മഴ വരുന്നു ഉണ്ടോ. നല്ലൊരു ദിവസമാണ് നാളെ. ഇന്നേ തുടങ്ങുമെന്ന് തോന്നുന്നു മഴ. മഴ ഇരച്ച് വരുന്നതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. പെട്ടെന്നൊരു മഴ വന്നപ്പോഴത്തേക്കുണ്ടല്ലോ ഒന്നും കൂടെ അങ്ങ് ചൂട് കൂടി. നല്ല വെയിലായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഭയങ്കരമായിട്ട് ചൂട് കൂടി. അങ്ങനെ തലേദിവസത്തെ കുറച്ച് പരിപാടിയൊക്കെ എൻ്റെ തീർന്നു കേട്ടോ. മുഴുവനൊന്നും തീർന്നിട്ടില്ല, ഇനിയും കിടക്കുന്ന കുറച്ച് പരിപാടി തീർന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെയാണ് കേട്ടോ. എൻ്റെ ഓണത്തലേ ദിവസമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിനി നാളെ തിരുവോണ ദിനത്തിൽ കാണാവേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ തിരുവോണ ആശംസകൾ കേട്ടോ.